ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീപ്പിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുവാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ജസ്റ്റ് വണ്ടീനെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ജീപ്പിന്റെ, അതായത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീപ്പിന്റെ ഇപ്പം ഇത്രയായി ഇതിന് മുമ്പുള്ള കണ്ടീഷൻ സ്റ്റാർട്ടിങ് മുതൽ ഷീറ്റ് ചെയ്യും വരെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ജീപ്പ്. ഏകദേശം ബോഡി വർക്കൊക്കെ ആയിട്ടുള്ളൂ. ഇനി ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ ചെയ്യാനുണ്ട്. അത് ഞാനാക്കി വെച്ച്. പിന്നെ ഫ്രണ്ടിൽ ഉണ്ട്, ഇവിടെ ഗ്രില്ലുണ്ട്. പിന്നെ ഗ്ലാസ് ഫ്രെയിം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ചെയ്യണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഷേപ്പാക്കി നിർത്തിയേക്കാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ സിങ്ങാമിലാണ് നമ്മൾ മോട്ടർ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിങ്ങാം നമ്മളിപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള സാധനമാണ് ഞാൻ തുളച്ച് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു പട്ട കഷ്ണത്തിലാണ് നമ്മൾ സിങ്ങാം പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിപ്പോൾ കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ ആക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കിലെ വീല് ഓടിക്കാവുന്ന രീതിയിലാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റിയറിങ് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഷോക്ക് സെറ്റ് ചെയ്യണം, ബ്രേക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം ഒന്ന് ഏകദേശം ഒരു ഓടിക്കാവുന്നൊരു പരിപാടി. ഓടിക്കാനായിട്ട് മോട്ടർ കാര്യങ്ങൾ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റിയെങ്കിലും എടുക്കാവുന്ന രീതിയിലോട്ട് ആക്കണം. അപ്പോൾ അതേ കട്ടപ്പുറത്തേക്ക് വേണം. എല്ലാം നല്ല ഹെവിയാണ്. രണ്ട് കൊന്നിൻ്റെ റെക്ടാങ്കിൾ ട്യൂബിലാണ് നമ്മളിതിൻ്റെ ഷാഫ്റ്റ് ഉണ്ടാക്കി വയ്ക്കുന്നത്. പിന്നെ സ്ട്രക്ചർ ഫുള്ളും ആദ്യം പൈപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഷീറ്റ് കവർ ചെയ്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇടിച്ചാലും കുഴപ്പമൊന്നും വരത്തില്ല. ഇതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. പിന്നെ നമുക്ക് സിങ്ങാം മുതൽ ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ സിങ്ങാമിൻ്റെ ക്ലാമ്പ് വെച്ച് വെള്ളിയിട്ടുണ്ട്. രണ്ട് സൈഡിലും വെച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മോട്ടർ ഓടിപ്പിക്കാനുള്ള ബേസ്. ഇതിലാണ് നമ്മൾ മോട്ടർ വരുന്നത്. മോട്ടറിൻ്റെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടാണിത്. ഈ സൈഡിൽ ചെയിനും അതുപോലെ ഈ സൈഡിൽ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കിന് നമ്മൾ അഡീഷണൽ ഒരു ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഷോക്ക് അബ്സോർബർ സെറ്റ് ചെയ്ത് ഇനിയിപ്പം ബാറ്ററിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ച് നോക്കാവുന്നൊരു കണ്ടീഷനിലായി. അതിനുശേഷം ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ബോക്സാണ്. സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ചെയ്യാനുണ്ട്. സ്റ്റിയറിംഗ് ബോക്സ് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ വണ്ടി ഡിഫൻഡറിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവനും അതുപോലെ തന്നെ ആംബിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് സെയിം ആ മറ്റേ വണ്ടി പോലെ തന്നെ കണ്ടോ. പിന്നെ ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാറ്ററി വെക്കുന്നത് സീറ്റിൻ്റെ അടിയിലൊരു ട്രേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ബാറ്ററി വരുന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മളതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കട്ട് ചെയ്തു കേട്ടോ.
ഹെഡ്ലൈറ്റ് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനിയുള്ളതെന്ന് വെച്ചാൽ പൊട്ടിയിടണം. അപ്പോൾ ഞാൻ ഗ്രില്ലിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലൈറ്റ് വയ്ക്കാനായിട്ടുള്ളൊരു ഹോളും കൂടെ കട്ട് ചെയ്താൽ ഏകദേശം ഇത് കണ്ട എങ്ങനെയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫോഗ് ലാമ്പ്. ഇതാണ് ഇവിടെ വരുന്നത്. ഇവിടെയും ഇവിടെയും. അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം കൂടെ പാതി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ കട്ടു. ഓക്കെ, അതങ്ങനെ കട്ട് വെച്ച് എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? ഇപ്പം നമുക്ക് വെച്ച് നോക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവം ഇത് 2 പട്ട മുറിച്ചെടുത്ത് അത് ഇതിൽ വെച്ച് ഇങ്ങനെ വലിക്കും. അതിലേക്ക് ഇത് ബോൾട്ട് ചെയ്ത് നിർത്തും. അങ്ങനെയാണ് 2 പിടിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് ഇവിടെയും വരും, ഒന്ന് ഇവിടെ. ഓക്കെ, പിന്നെ ഇതിനൊന്നിങ്ങനെ വെൽഡ് ചെയ്യണം. ഓക്കെ, ഇതേ പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിത് ഈ ഹെഡ് ലൈറ്റ് വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇതിലേക്ക് ഇതാ ഇങ്ങനെ വെച്ച് ഇവിടെ നട്ടിട്ട് മുറുക്കി കഴിഞ്ഞാൽ സംഗതി സെറ്റ്. ഹോളൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് പറയാം. ഇത് നമ്മളെ പാനൽ ബോർഡിലൊക്കെ വരുന്ന വാണിംഗ് ലൈറ്റാണ്. അതായത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പാനൽ ബോർഡിൽ മിക്കതായിട്ടും വരുന്ന വാണിംഗ് ലൈറ്റ് അതാണ് നമ്മൾ ഇതായിട്ട് വെച്ചത്. അങ്ങനെ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക്. ഫോക്കസ് ആവുന്നുണ്ടല്ലോ കേട്ടോ. നിർത്തണ്ടേ? അപ്പോൾ നമ്മുടെ ജീപ്പിന്റെ വീഡിയോ ഈ ഒരു പാർട്ടിൽ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അടുത്ത പാർട്ടിൽ നല്ല രീതിയിലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്താ പറയാ, വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.